കരിമ്പനക്കാറ്റിന് ആദ്യ ദിനത്തിൽ അംഗീകാരം. ഈ വർഷം തന്നെ ടൂറിസം കലണ്ടറിൽ ഉൾപ്പെടുത്തുമെന്ന് മന്ത്രി അനിൽകുമാർ. ദേശഭാഷ അതിർവരമ്പുകൾ വേണ്ടെന്ന സന്ദേശവുമായി സമൂഹ ചിത്രരചന. കരിമ്പനക്കാറ്റിന്റെ ഭാഗമായി ചിത്രരചനയിൽ ആയിരങ്ങൾ പങ്കാളികളായി. വികസന രംഗത്ത് ജില്ല കൈവരിച്ച നേട്ടങ്ങൾ അവലോകനം ചെയ്യുന്നതിനായി സായാഹ്ന മുഖപത്രത്തിന്റെ നേതൃത്വത്തിൽ തുറന്ന ചർച്ച. മദ്രാസ് സ്പിന്നേഴ്സ് തൊഴിലാളികൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ അടിയന്തരമായി അനുവദിക്കണമെന്ന് AITUC തൊഴിലാളികൾ. കമ്പനി പടിക്കൽ കൂട്ട ഉപവാസം. പൊതുപ്രവർത്തകർ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകണമെന്ന് സിനിമാ താരം ശ്വേത മേനോൻ. വാർത്തകൾ വിശദമായി. പാലക്കാടിന്റെ സാംസ്കാരികോത്സവമായ കരിമ്പനക്കാറ്റിന് ആദ്യ ദിനം തന്നെ അംഗീകാരം. ഈ വർഷം തന്നെ കേരളത്തിന്റെ ടൂറിസം കലണ്ടറിൽ കരിമ്പനക്കാറ്റിനെ ഉൾപ്പെടുത്തുമെന്നും ഈ വർഷം മുതൽ ധനസഹായം നൽകുമെന്നും സാംസ്കാരിക വകുപ്പ് മന്ത്രി AP അനിൽകുമാർ പ്രസ്താവിച്ചു. ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ഫെസ്റ്റിവൽ കലണ്ടർ അടുത്ത വർഷം മുതൽ ഇറക്കുകയാണ്. ഫെസ്റ്റിവൽ കലണ്ടറിൽ കരിമ്പനക്കാറ്റ് ഉൾപ്പെടുത്തും. അതിന് കാറ്റ് വീശുവാൻ ആവശ്യമായ സാമ്പത്തിക സഹായവും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഈ വർഷം മുതൽ തന്നെ ഉണ്ടാകും. പാലക്കാട് രാപ്പാടിയിൽ ഒത്തുകൂടിയ പാലക്കാട്ടെ കലാസ്നേഹികളെ സാക്ഷി നിർത്തിയാണ് പാലക്കാടിന്റെ പിറന്നാൾ ദിനത്തിൽ കരിമ്പനക്കാറ്റിന് തുടക്കം കുറിച്ചത്. അട്ടപ്പാടി, പറമ്പിക്കുളം, സൈലന്റ് വാലി തുടങ്ങിയ പ്രദേശങ്ങളെ കോർത്തിണക്കി പ്രത്യേക ടൂറിസ്റ്റ് സോൺ രൂപീകരിക്കുമെന്നും തുടക്കമെന്ന നിലയിൽ വാരാന്ത്യത്തിൽ പ്രത്യേക ടൂർ പാക്കേജ് ഉടൻ ആരംഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഈ പറഞ്ഞ ഈ 3 സ്ഥലങ്ങളും ഒരു സർക്യൂട്ടാക്കി നമുക്ക് ഡെവലപ്പ് ചെയ്യാവുന്ന, പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്ന വിനോദസഞ്ചാരികൾക്ക് വരുവാനും വന്ന് കണ്ടു പോകുവാനും ഒക്കെയുള്ള ഒരു അവസരം എന്നുള്ള നിലയ്ക്ക് തീർച്ചയായിട്ടും സർക്യൂട്ടാക്കി മാറ്റാം. ഒരു തുടക്കം എന്നുള്ള നിലയ്ക്ക് വേണമെങ്കിൽ നമുക്ക് ഒരു ചെറിയ ടൂർ പാക്കേജ് വീക്കെൻഡിൽ നമുക്ക് നടത്താം. അതിനുള്ള കാര്യം ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ചെയ്യുകയാണ്. ഉദ്ഘാടന ചടങ്ങിൽ ഷാഫി പറമ്പിൽ MLA അധ്യക്ഷത വഹിച്ചു. മലയാള സിനിമയെ ലോക സിനിമയുടെ മുഖ്യധാരയിലേക്ക് എത്തിച്ച സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണന് പാലക്കാടൻ പൗരാവലിയുടെ ആദരവ് മന്ത്രി അറിയിച്ചു. അദ്ദേഹത്തെ പൊന്നാട അണിയിച്ച മന്ത്രി കരിമ്പനക്കാറ്റിന്റെ സ്നേഹോപകാരവും അദ്ദേഹത്തിന് കൈമാറി. കരിമ്പനക്കാറ്റ് പോലെ കരിമ്പനകളും സംരക്ഷിക്കപ്പെടേണ്ട ഒന്നാണെന്ന് മറുപടി പ്രസംഗത്തിൽ അടൂർ ഓർമ്മിപ്പിച്ചു. തെങ്ങിനെ പോലെ തന്നെ എല്ലാ ഭാഗങ്ങളും ഉപയോഗയുക്തമായ കരിമ്പനയെ പുതുതലമുറ വിസ്മരിക്കുകയാണെന്നും അടൂർ ഓർമ്മിപ്പിച്ചു. MP രാജേഷ് MP മുഖ്യപ്രഭാഷണം നടത്തി. M ഹംസ MLA, CV ബാലചന്ദ്രൻ, ജില്ലാ പോലീസ് സൂപ്രണ്ട് MP ദിനേശ് തുടങ്ങിയവർ ആശംസാ പ്രസംഗങ്ങൾ നടത്തി. ജില്ലാ കളക്ടർ KV മോഹൻകുമാർ ആമുഖ പ്രഭാഷണം നടത്തി. തുടർന്ന് പ്രശസ്ത നർത്തകി വിനീത നെടുങ്ങാടിയുടെ മോഹിനിയാട്ടം അരങ്ങേറി. നേരത്തെ വേദിയിൽ തായമ്പകയും കുടമാളൂർ ജനാർദ്ദനന്റെ ഫ്ലൂട്ട് വാദനവും അരങ്ങേറിയിരുന്നു. വെള്ളവും വെളിച്ചവും വായുവും വർഗത്തിന്റെയും വർണ്ണത്തിന്റെയും പേരിൽ നിഷേധിക്കരുതെന്ന സന്ദേശവുമായി സമൂഹ ചിത്രരചന ആവേശമായി. കരിമ്പനക്കാറ്റിന്റെ ഭാഗമായി പാലക്കാട് കോട്ടയ്ക്ക് സമീപത്തെ വാടികയിലാണ് ജില്ലയിലെ യുവചിത്രകാരന്മാരും പൊതുജനങ്ങളും ഒത്തുചേർന്ന് കൂറ്റൻ ക്യാൻവാസിൽ സമൂഹ ചിത്രരചന നടത്തിയത്. ദേശത്തിനും ഭാഷയ്ക്കും ഇടയിലുള്ള അതിർവരമ്പുകൾ ഇല്ലാതാക്കണമെന്നും മനുഷ്യരെല്ലാം ഒരേ വർഗമാണെന്നും ഭാഷാ ദേശ പരിമിതികൾ ഉണ്ടാകരുതെന്നുമുള്ള സന്ദേശമായിരുന്നു ചിത്രങ്ങളിൽ പ്രതിഫലിച്ചത്. പാലക്കാട് MLA ഷാഫി പറമ്പിൽ, ജില്ലാ കളക്ടർ KV മോഹൻകുമാർ തുടങ്ങിയവർ ചേർന്ന് ആദ്യ വരകൾ തീർത്ത് സമൂഹ ചിത്രരചന ഉദ്ഘാടനം ചെയ്തു. ജില്ലയിലെ പ്രമുഖ ചിത്രകാരന്മാരായ ബൈജുദേവ്, ഷടാനന്ദൻ ആനിക്കത്ത്, ഗോപീന്ദ്രനാഥ് എന്നിവരോടൊപ്പം പൊതുജനങ്ങളും ചിത്രരചനയിൽ പങ്കാളികളായി. വികസന രംഗത്ത് ജില്ല കൈവരിച്ച നേട്ടങ്ങൾ അവലോകനം ചെയ്യുന്നതിനും പിന്നോക്ക ജില്ലയായ പാലക്കാടിന്റെ വികസനത്തിന് കൈക്കൊള്ളേണ്ട നടപടികൾ വിശകലനം ചെയ്യുന്നതിനുമായി സായാഹ്ന മുഖപത്രത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച തുറന്ന ചർച്ച ശ്രദ്ധേയമായി. 2015 ജില്ലയിൽ പൂർത്തീകരിക്കപ്പെടേണ്ടതായ പ്രധാന വികസന പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യുന്നതിനായി
പാലക്കാട് വിഷൻ 2015 എന്ന പേരിൽ സായാഹ്നം മുഖപത്രം നടത്തിയ സംവാദത്തിൽ മാതൃഭൂമി പബ്ലിക് റിലേഷൻസ് മാനേജർ പ്രൊഫസർ PA വാസുദേവനാണ് ആമുഖ പ്രഭാഷണം നടത്തിയത്. പാലക്കാട് സ്ഥാപിക്കേണ്ടതും പ്രവർത്തനം ആരംഭിക്കേണ്ടതുമായ വിവിധ പദ്ധതികളെക്കുറിച്ച് ചർച്ചയിൽ അദ്ദേഹം വിശദീകരിച്ചു. പാലക്കാട് മെഡിക്കൽ കോളേജ്, കോച്ച് ഫാക്ടറി, IIT, റെയിൽവേ സോൺ, കോർട്ട് കോംപ്ലക്സ്, നഗരത്തിലെ ഗതാഗതക്കുരുക്ക് തുടങ്ങിയ വിഷയങ്ങളെ സംബന്ധിച്ച് വിവിധ അഭിപ്രായങ്ങൾ ഉയർന്നുവന്ന ചർച്ചയ്ക്ക് വിവിധ രാഷ്ട്രീയ പാർട്ടികളെ പ്രതിനിധീകരിച്ച് ചാമുണ്ണി, A. രാമസ്വാമി, തെന്നിലാപുരം രാധാകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. മെഡ്രാസ് സ്പിന്നേഴ്സ് തൊഴിലാളികൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ അടിയന്തരമായി നൽകണമെന്നാവശ്യപ്പെട്ട് AITUC തൊഴിലാളികൾ കമ്പനി പടിക്കൽ കൂട്ട ഉപവാസം സംഘടിപ്പിച്ചു. മെഡ്രാസ് സ്പിന്നേഴ്സിലെ തൊഴിലാളികൾക്ക് അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ ലഭ്യമാക്കണമെന്നും തൊഴിലാളികൾക്ക് നിയമവിധേയനുള്ള ആനുകൂല്യങ്ങൾ അടിയന്തരമായി ലഭ്യമാക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് AITUC തൊഴിലാളികൾ കമ്പനി പടിക്കൽ കൂട്ടുപവാസം സംഘടിപ്പിച്ചത്. ഉപവാസം CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം V. ചാമുണ്ണി ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി S. കലാധരൻ അധ്യക്ഷത വഹിച്ചു. പരിപാടിയിൽ കേരള ടെക്സ്റ്റൈൽ എംപ്ലോയീസ് ഫെഡറേഷൻ സംസ്ഥാന സെക്രട്ടറി KC ജയബാലൻ, MG മുരളീധരൻ നായർ, TV രാജൻ, അഡ്വക്കേറ്റ് R. ആനന്ദ് തുടങ്ങിയവർ പങ്കെടുത്തു. ജനസേവകർ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് സമയം കണ്ടെത്തണമെന്ന് പ്രശസ്ത സിനിമാ താരം ശ്വേത മേനോൻ അഭിപ്രായപ്പെട്ടു. പാലക്കാട് നഗരസഭയിലെ കൌൺസിലർ V. നടേശൻ തന്റെ സ്വയം പ്രവർത്തനത്തിന്റെ ഭാഗമായി നിർധന കുട്ടികൾക്ക് ഏർപ്പെടുത്തിയ സ്കോളർഷിപ്പുകളുടെ വിതരണ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു ശ്വേത മേനോൻ. പൊതുപ്രവർത്തനം പ്രസംഗങ്ങളിലും തിരഞ്ഞെടുപ്പിലും മാത്രമായി ഒതുങ്ങരുതെന്നും സ്വന്തം വാർഡിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും വോട്ടർമാർക്കും സ്കോളർഷിപ്പ്, ഇൻഷുറൻസ് എന്നിവ ഏർപ്പെടുത്തിയ നടേശൻ ഇക്കാര്യത്തിൽ മാതൃകയാണെന്നും ശ്വേത മേനോൻ പറഞ്ഞു. 1.5 ലക്ഷം രൂപയുടെ സ്കോളർഷിപ്പുകൾ 100ഓളം വിദ്യാർത്ഥികൾക്കും മരണാനന്തര സഹായമായി 40,000 രൂപയും ഇവർ വിതരണം ചെയ്തു. വടക്കന്തറ കൃഷ്ണകൃപ കല്യാണ മണ്ഡപത്തിൽ നടന്ന ചടങ്ങിൽ V. നടേശൻ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ അധ്യക്ഷൻ അബ്ദുൾ ഖുദ്ദൂസ്, നഗരസഭാ അംഗങ്ങളായ N. ശിവരാജൻ, കുമാരി, V. അയ്യപ്പൻ തുടങ്ങിയവർ ആശംസാ പ്രസംഗങ്ങൾ നടത്തി. കിണശ്ശേരി വാസവി വിദ്യാലയത്തിൽ പുതുവർഷ ആഘോഷം വിപുലമായി നടന്നു. ക്രിസ്മസ് അവധി കഴിഞ്ഞ് മടങ്ങിയെത്തിയ കുട്ടികളെ മധുരം നൽകിയാണ് സ്കൂൾ അധികൃതർ വരവേറ്റത്. കുട്ടികൾക്കായി തീർത്ത 75 കിലോ തൂക്കം വരുന്ന കൂറ്റൻ കേക്ക് വിസ്മയ കാഴ്ചയായി. സ്കൂൾ മാനേജർ മുരളിയുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ വെച്ച് കൂറ്റൻ കേക്ക് മുറിച്ച് കുട്ടികൾക്ക് വിതരണം നടത്തി. സ്കൂൾ മാനേജ്മെന്റ് അംഗങ്ങളും അധ്യാപകരും രക്ഷിതാക്കളും ചടങ്ങിൽ പങ്കെടുത്തു. കരിമ്പനക്കാറ്റിന്റെ 2ാം ദിനം ഗസൽ രംഗത്ത് ജനശ്രദ്ധയാകർഷിച്ച കുമാരി വേദപ്രകാശിന്റെ സ്വരമാധുര്യം കൊണ്ട് ശ്രദ്ധേയമായി. പാടിത്തെളിഞ്ഞ ഗായകരെ പോലും വെല്ലുന്ന മധുരരാഗത്തോടെ ഈ കൊച്ചു ഗായിക പാലക്കാട്ടെ സംഗീതാസ്വാദകരെ കയ്യിലെടുത്തു. തുടർന്ന് അന്തരിച്ച സംവിധായകൻ ലോഹിതദാസിനും സംഗീത സംവിധായകൻ ജോൺസനും ആദരാഞ്ജലികളുമായി നിവേദ്യം എന്ന പ്രത്യേക സംഗീത പരിപാടി അരങ്ങേറി. യുവഗായകരായ സന്തോഷ് കേശവ്, മനോജ് കൃഷ്ണൻ, വിശ്വനാഥ്, പ്രശോഭ്, പ്രഭിത തുടങ്ങിയവർ സംഗീത പരിപാടികൾക്ക് നേതൃത്വം നൽകി. റോഡരികിലൂടെ നടന്നുപോകുന്നതിനിടെ കാൽനടയാത്രക്കാരന്റെ തലയിൽ പരസ്യ ബോർഡ് വീണു. പരിക്കേറ്റയാളെ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പള്ളത്തേരി ഗുരുഭവനത്തിൽ M. വേലായുധന്റെ തലയിലാണ് നടന്നു പോകുന്നതിനിടെ ജില്ലാ ആശുപത്രിക്ക് സമീപം റോബിൻസൺ റോഡിൽ വെച്ച് പരസ്യ ബോർഡ് തലയിൽ വീണ് പരിക്കേറ്റത്. 6 അടിയോളം പൊക്കമുള്ള കാലിൽ ഉറപ്പിച്ച് 3.5 അടി നീളവും 2 അടി വീതിയുമുള്ള ഇരുമ്പ് ബോർഡാണ് തന്റെ തലയിൽ വീണതെന്ന് പരിക്കേറ്റയാൾ പറഞ്ഞു. 66-കാരനായ വേലായുധന്റെ തലയിൽ പരസ്യ ബോർഡ് വീണതിനെ തുടർന്ന് നെറ്റി പൊട്ടുകയും ചോര വാർന്നൊഴുകുകയും ചെയ്തതോടെ നാട്ടുകാർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ജോലി ഹോസ്പിറ്റൽസ് നിന്ന് എതിർവശത്ത് നിന്ന് ഇറങ്ങി വരിക റോഡിലേക്ക് കയറാൻ നിൽക്കുമ്പോൾ എൻ്റെ മുമ്പിൽ ഒരാൾ നടന്നു വരുന്നുണ്ടായിരുന്നു. എൻ്റെ പരിചയക്കാരൻ. അയാൾ ഇങ്ങനെ മുമ്പിലും ഞാൻ പിമ്പിലുമായിട്ട് വരിക. അപ്പോൾ എൻ്റെ തലയ്ക്ക് തലയ്ക്ക് പോകണം, തലയ്ക്ക് നല്ല മോള് പോകണം. ഞാൻ താഴെ പോകണം. താഴെ വീണ് വല്ലാതെ ചോര ഒലിക്കുകയും എൻ്റെ കൂടെയുള്ള മുമ്പിൽ നടന്ന ആളെ എന്നെ ആസ്വദിക്കുന്നു. ഇദ്ദേഹത്തിന്റെ നെറ്റിയിൽ 2 സ്റ്റിച്ച് ഇട്ടിട്ടുണ്ട്. സംഭവത്തെ സംബന്ധിച്ച് പോലീസിന് പരാതി നൽകുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഭാരതപ്പുഴയെ രക്ഷിക്കാൻ ഭാരതപ്പുഴ വികസന അതോറിറ്റി രൂപവൽക്കരിക്കണമെന്ന് ജില്ലാ വികസന സമിതി യോഗം ആവശ്യപ്പെട്ടു. ഇതു സംബന്ധിച്ച് CP മുഹമ്മദ് MLA അവതരിപ്പിച്ച പ്രമേയം സമിതി ഐക്യകണ്ഠേന അംഗീകരിച്ചു. പുഴയിലെ മണലെടുത്ത ചതിക്കുഴികളിൽപ്പെട്ട മരണം സാധാരണയായിരിക്കുന്നു.
തീരങ്ങളിലെ നഗരങ്ങളിലേതടക്കം മുഴുവൻ മാലിന്യവും തള്ളുന്നത് പുഴ നശിക്കുന്നതിന് കാരണമാകുന്നു. മലപ്പുറം, തൃശൂർ ജില്ലകളിൽ നൽകുന്ന പാസുകളുടെ 4/1 പോലും പാലക്കാട് ജില്ലയിൽ നൽകുന്നില്ല. ആവശ്യക്കാർക്ക് മണൽ ലഭ്യമാകുന്നതിന് ഇത് തടസ്സമാകുന്നു. പാലക്കാട്, ഒറ്റപ്പാലം, ഷൊർണൂർ ഭാഗങ്ങളിൽ നിലവിലുള്ള കടവുകളിൽ നിന്ന് മണൽ ലഭിക്കാൻ നൽകുന്ന പാസുകളുടെ എണ്ണം വർദ്ധിപ്പിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. നെല്ലിയാമ്പതി മേഖലയിൽ ഏറ്റെടുക്കുന്ന എസ്റ്റേറ്റുകളിലെ തൊഴിലാളികൾക്ക് ജോലി ഉറപ്പാക്കണമെന്ന് വി ചെന്താമരാക്ഷൻ MLA ആവശ്യപ്പെട്ടു. ജോലി നഷ്ടപ്പെടുന്ന തൊഴിലാളികൾക്ക് സംരക്ഷണം നൽകാൻ നടപടിയെടുക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. മണൽ കൊണ്ടുപോകാൻ പ്രാദേശികമായ വാഹനം തന്നെ ഉപയോഗിക്കണമെന്ന തൽപരകക്ഷികളുടെ പിടിവാശിയും അമിത കൂലി ഈടാക്കലും ഗുണ്ടായിസമാണെന്നും ഇത് ഹൈക്കോടതി ഉത്തരവിന്റെ ലംഘനമാണെന്നും MP രാജേഷ് MP പറഞ്ഞു. ഈ പ്രശ്നം പരിഹരിക്കാൻ RDOയ്ക്കും പോലീസിനും നിർദ്ദേശം നൽകിയതായി യോഗാധ്യക്ഷൻ കൂടിയായ കളക്ടർ KV മോഹൻകുമാർ അറിയിച്ചു. മണൽ കൊണ്ടുപോകുന്ന ലോറിക്കും പാസ് അനുവദിച്ചാൽ ഈ പ്രശ്നത്തിന് ഒരു പരിധിവരെ പരിഹാരം കാണാനാകുമെന്ന് VT ബൽറാം MLA നിർദ്ദേശിച്ചു. പാലക്കാട് നഗരത്തിൽ ശകുന്തള ജംഗ്ഷനിലെ റോഡ് നിർമ്മിക്കുമ്പോൾ റെയിൽവേയുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ഓടയുടെ നിർമ്മാണം കൂടി നടത്തണമെന്ന് ഷാഫി പറമ്പിൽ MLA ആവശ്യപ്പെട്ടു. നഗരത്തിലെ PMG സ്കൂളിലെ നിർദ്ദിഷ്ട ബുക്ക് ഡിപ്പോ മാറ്റി സ്ഥാപിച്ച് കുട്ടികൾക്ക് പഠന സൗകര്യത്തിന് ക്ലാസ് മുറിയൊരുക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം വിദ്യാഭ്യാസ ഉപഡയറക്ടർക്ക് നിർദ്ദേശം നൽകി. വൈദ്യുതി കുടിശ്ശികയുടെ പേരിൽ മുന്നറിയിപ്പില്ലാതെ മറ്റൊരു വകുപ്പിന്റെ ഓഫീസിലെ ഫ്യൂസ് ഊരുന്നത് ആശാസ്യമല്ലെന്ന് N ഷംസുദ്ദീൻ MLA പറഞ്ഞു. കുറഞ്ഞത് ബന്ധപ്പെട്ട പ്രദേശത്തെ ജനപ്രതിനിധികളുമായി ആലോചിച്ചാകണം അനന്തര നടപടികൾ സ്വീകരിക്കേണ്ടതെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. ചെർപ്പുളശ്ശേരി ടൗണിൽ നിർമ്മാണ പിറ്റേന്ന് തകർന്ന റോഡ് കരാറുകാരനെ കൊണ്ട് പുനർനിർമ്മിപ്പിക്കാനുള്ള തീരുമാനം ഉടൻ പ്രവൃത്തി പഥത്തിലെത്തിക്കണമെന്ന് KS സലീഖ MLAയും നിർദ്ദേശിച്ചു. ജില്ലയിൽ 114 ഡോക്ടർമാരുടെ ഒഴിവുള്ളപ്പോൾ മെഡിക്കൽ ലീവ് നീട്ടിയെടുക്കുന്ന ഡോക്ടർമാരെ മെഡിക്കൽ ബോർഡിന്റെ പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന അഭിപ്രായവും യോഗത്തിൽ ഉയർന്നു. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന യോഗത്തിൽ ET മുഹമ്മദ് ബഷീർ MPയുടെ പ്രതിനിധി PA സലാം, ഒറ്റപ്പാലം സബ് കളക്ടർ ഡോക്ടർ A കൗശികൻ, ADM KV വാസുദേവൻ, പാലക്കാട് RDO K കലാധരൻ, ജില്ലാ പ്ലാനിംഗ് ഓഫീസർ PP ജോണി, വിവിധ വകുപ്പുകളുടെ ജില്ലാതല ഓഫീസർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. പാലക്കാട് നഗരസഭാ കൗൺസിലർമാർ ചേർന്ന് പുതുവർഷം ആഘോഷിച്ചു. പുതുവർഷത്തിലെ ആദ്യ പ്രവൃത്തി ദിനത്തിൽ ചെയർമാന്റെ ചേംബറിൽ കൗൺസിലർമാരും ജീവനക്കാരും ഒത്തുചേർന്ന് ന്യൂ ഇയർ കേക്ക് മുറിച്ചു. ജീവനക്കാരും കൗൺസിലർമാരും മധുരം കൈമാറി. നഗരസഭാ ചെയർമാൻ അബ്ദുൾ ഖുദ്ദൂസ് പുതുവർഷ സന്ദേശം നൽകി. ധോണി റെസിഡൻസ് അസോസിയേഷൻ പാതിരി നഗറിൽ നവവത്സര ദിനാഘോഷത്തോടനുബന്ധിച്ച് വാർഷിക ആഘോഷവും വിവിധ ആഘോഷ പരിപാടികളും സംഘടിപ്പിച്ചു. ധോണി റെയിൽവേ കോളനി പാതിരി നഗറിന്റെ 5ാം വാർഷിക ദിനത്തോടനുബന്ധിച്ചും പുതുവത്സര ദിനാഘോഷത്തിന്റെ ഭാഗമായും സംഘടിപ്പിച്ച ആഘോഷ പരിപാടി MP രാജേഷ് MP ഉദ്ഘാടനം ചെയ്തു. പാതിരി നഗർ റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് VN സുധീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് ഗ്രൂപ്പ് ചെയർമാൻ ബോബി ചെമ്മണ്ണൂർ മുഖ്യാതിഥിയായി. കലാസംവിധായകൻ മുരളി മങ്കര മുഖ്യപ്രഭാഷണം നടത്തി. പരിപാടിയിൽ സെക്രട്ടറി B അനിൽകുമാർ, KK സുരേഷ് കുമാർ, VV കമലാക്ഷി, K നാരായണൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. കാടാങ്കോട് ചാത്തുമാമൻ പുളിയൻ ഭഗവതി ക്ഷേത്രത്തിൽ മണ്ഡലവിളക്ക് നട തുറന്ന പൂജ ഭക്തജന സാന്നിധ്യത്തിൽ നടന്നു. ഞായറാഴ്ച വൈകിട്ട് ക്ഷേത്രത്തിൽ നിറമാലയും ചുറ്റുനെയ്വിളക്കും നടന്നു. തുടർന്ന് പാണ്ടിമേള അകമ്പടിയോടെ 3 ഗജവീരന്മാരുടെ എഴുന്നള്ളത്തും നടന്നു. തിങ്കളാഴ്ച രാവിലെ പ്രത്യേക പൂജകളും പഞ്ചാരിമേള അകമ്പടിയോടെ കാഴ്ചശീവേലിയും നടന്നു. പാട്ടക്കരാർ വ്യവസ്ഥകളും വനനിയമങ്ങളും ലംഘിച്ചു പ്രവർത്തിക്കുന്ന എസ്റ്റേറ്റുകൾ ഏറ്റെടുത്ത നടപടിയിലുള്ള പോരായ്മകൾ പരിഹരിക്കണമെന്ന് പരിസ്ഥിതി സൗഹൃദ സംഘടനയായ പുനർജനി ആവശ്യപ്പെട്ടു. വനം വകുപ്പ് നവീകരണ റിപ്പോർട്ടിനെ കുറിച്ച് പുനർജനിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ചർച്ചയിലാണ് കർഷക സർവീസ് രാഷ്ട്രീയ സാമൂഹിക പരിസ്ഥിതി സംഘടനാ പ്രവർത്തകർ പ്രസ്തുത ആവശ്യം ഉന്നയിച്ചത്. NGO അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി C ബാലൻ ഉദ്ഘാടനം ചെയ്തു. TN മനോഹരൻ അധ്യക്ഷത വഹിച്ചു.